നമസ്കാരം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം കൈവരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലുദ്ദേശിക്കുന്ന വിഷയത്തിൽ തൃപ്തിയായ വിദ്യാലയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെടുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. വികസിത രാഷ്ട്രത്തിലോ അന്യരാഷ്ട്രത്തിലോ താമസിക്കുന്ന പലർക്കും അന്തിമ നിമിഷത്തിൽ അവധി ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഓണാഘോഷത്തിനായിട്ട് ജന്മനാട്ടിൽ വന്നു പോകുവാൻ സാധിക്കും. ആരോപണങ്ങൾ പലതും കേൾക്കുവാനിട വരുമെങ്കിൽ പോലും സുതാര്യതയുള്ള സമീപനത്താൽ ഈ അനിഷ്ടാവസ്ഥകളെയും ദുഷ്കീർത്തികളെയും അതിജീവിക്കുന്നതിന് പോലും വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗത്തിൽ അവസരങ്ങൾ വന്നു ചേരും. വ്യാപാര വിപണന വിതരണ മേഖലയിൽ ഏർപ്പെടുന്ന പലർക്കും കഴിഞ്ഞ ഒരു വർഷം വളരെ നഷ്ടകഷ്ടങ്ങളൊക്കെ സംഭവിച്ചതിൻ്റെ വെളിച്ചത്തിൽ നിലവിലുള്ള സ്ഥാപനം വിൽപ്പന ചെയ്യുവാനോ അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ ഏൽപ്പിച്ചുകൊണ്ട് വാടകയ്ക്ക് കൊടുത്തുകൊണ്ട് ജോലിക്ക് അപേക്ഷ നൽകുവാനോ ഇടയുണ്ട്. മംഗളകർമ്മങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും. ബന്ധുമിത്രാദികളുടെ രക്ഷാകർത്തൃത്വം ഏറ്റെടുക്കുവാനിടയുണ്ട്. ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന പല മേഖലകളിലും ഉദ്ദേശിച്ച പോലെ ഫലമുണ്ടാവുകയില്ല. അഥവാ പണം മുതൽ മുടക്കിയാൽ അതിനനുസൃതമായിട്ടുള്ള നേട്ടം കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അതായത് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടും പൊതുജന ആവശ്യം പരിഗണിച്ചും കൊണ്ടും അതേപോലെ തന്നെ വ്യാപാര മേഖലയിലുള്ള ബുദ്ധിമുട്ടുകളെ അതിജീവിക്കാനായിട്ട് പല കാര്യങ്ങളിൽ നിന്നും പിന്മാറേണ്ടതായുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. ഒരുപക്ഷെ പ്രാരംഭത്തിൽ ഒരു മനസ്സിന് വിഭ്രാന്തിയൊക്കെ ഉണ്ടാവാമെങ്കിൽ പോലും ഭാവിയിലേക്ക് ഇങ്ങനെയുള്ള തീരുമാനം സ്വീകരിക്കുന്നത് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. സന്തുഷ്ടിയും സമാധാനവും കുടുംബജീവിതത്തിൽ വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ജീവിത നിലവാരം വർദ്ധിച്ചു വരുന്നതിനാൽ ഈ 2026 തന്നെ ഒരു ഭൂമി വാങ്ങി 2027 വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹം നിർമ്മിക്കാൻ തക്കവണ്ണം ഗൃഹം അന്വേഷിക്കുവാനും ഏറെക്കുറെ ഭൂമി കണ്ടെത്തുവാനും സാധ്യതയുണ്ട്. അവതരണ ശൈലിയിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ നഷ്ടപ്പെടുമെന്ന് കരുതുന്ന പല അനുകൂലമായുള്ള സാഹചര്യങ്ങളും അനുഭവത്തിൽ വന്നു ചേരും. തൊഴിൽ മേഖലയിലുള്ള സമ്മർദ്ദത്താൽ നിലവിലുള്ള ജോലിയിൽ ഇരുന്നും കൊണ്ട് തന്നെ മറ്റ് ജോലികളൊക്കെ അപേക്ഷിക്കാനും, എന്നാൽ ഈ ഒരു മാസത്തിലൊന്നും അത് ലഭിക്കില്ല. 2027 ഫെബ്രുവരിക്ക് ശേഷം മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിലവിലുള്ള ചുമതലകളെല്ലാം ഏറ്റെടുക്കുവാൻ തീരുമാനിക്കും. മേലധികാരികളുടെ ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള പദ്ധതികളായതുകൊണ്ട് കീഴ് ജീവനക്കാരെ നിയമിച്ചുകൊണ്ട് ഒരു പക്ഷേ 5-6 മാസം ജോലി സ്ഥലത്ത് താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് തൊഴിൽ ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. അസുഖങ്ങൾ പലതും വന്നു ചേരുകയും വിദഗ്ധമായുള്ള പരിശോധനയിൽ മാരകമായുള്ള അസുഖങ്ങളൊന്നുമില്ല എന്നറിയുകയും പിന്നീട് പ്രകൃതി ജീവന ഔഷധ രീതികളും ഭക്ഷണ ക്രമീകരണങ്ങളും അനുവർത്തിക്കുകയും ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ ഇടയുണ്ട്. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായുള്ള ഫലങ്ങൾ വന്നു ചേരും. നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന രേഖകൾ തിരിച്ചു ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. സ്ഥാപനത്തിൻ്റെ ബൃഹത് പദ്ധതികളുടെ ഒരു വിഭാഗത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ ഒരു പക്ഷേ പണ്ട് പ്രവർത്തിച്ചിരുന്ന കർമ്മമണ്ഡലങ്ങളായിരിക്കാം, പഠിച്ച വിദ്യയൊക്കെ തന്നെയാണ്. എന്നിരുന്നാൽ പോലും സ്വല്പം സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളാണെങ്കിൽ പോലും അത് നിർബന്ധിതനാകും ഏറ്റെടുക്കുവാനായിട്ട്. അതിൻ്റെ ഒരു നേട്ടം 2027 ജൂൺ മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ മറ്റൊരു സ്ഥാപനത്തിൽ ഉന്നത പദവിക്ക് ഉപകരിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. സ്വത്ത് തർക്കം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മാതാപിതാക്കളുടെ നിർബന്ധത്താൽ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കാനിടവരും.
ഭരണ സംവിധാനത്തിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകും. വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങളെ കൊണ്ട് ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി ചിലർക്ക് തൊഴിൽ ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങളും മറ്റു ചിലർക്ക് കൂടുതൽ വിസ്തൃതിയുള്ള ഗൃഹം വാങ്ങിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുന്നത് വഴി ആശ്വാസത്തിനും സൽകീർത്തിക്കും യോഗം കാണുന്നുണ്ട്. സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറി സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് വിഭാവനം ചെയ്യുവാനും ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കാതെ തന്നെ മറ്റൊരാൾ പണം മുതൽ മുടക്കിയ പ്രസ്ഥാനത്തിൻ്റെ പൂർണ്ണ ഭരണ ചുമതലകൾ ഏറ്റെടുക്കുക, വിതരണ വിപണന മേഖലകളുടെ ചുമതലകൾ ഏറ്റെടുക്കുക എന്നിവയൊക്കെ തന്നെ ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും നേർന്നുകടുപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും അവസരമുണ്ടാകും. വാഹനം മാറ്റി വാങ്ങുവാനുള്ള തീരുമാനം തൽക്കാലത്തേക്ക് ഉപേക്ഷിച്ചുകൊണ്ട് കുട്ടികളെ പഠിപ്പിന് വേണ്ടിയിട്ട് ആ പണം വിനിയോഗിക്കാൻ തീരുമാനിക്കുന്നത് വളരെ ആശ്വാസത്തിനും സമാധാനത്തിനും ഭാവിയിലേക്ക് ഗുണകരമായുള്ള സാഹചര്യങ്ങൾക്കും വഴിയൊരുക്കുവാനിടയുണ്ട്. ഇതാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഓഗസ്റ്റ് മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് സാരഥ്യസ്ഥാനം വഹിക്കുവാനുള്ള അവസരം, ഒരു പക്ഷേ സാമ്പത്തികമായിട്ടുള്ള ചുമതലകളിൽ നിന്നും ഒഴിഞ്ഞു മാറി മറ്റ് ചുമതലകളെല്ലാം ഏറ്റെടുക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ടാകുന്നത് സ്വീകരിക്കുക തന്നെയായിരിക്കും നന്നാവുക. ഒരു പക്ഷേ അതിൻ്റെ ഒരു പരിണത ഫലം എന്ന് പറയുന്നത് 2027 ഓഗസ്റ്റിന് ശേഷം അതിൻ്റെ ഒരു നേട്ടം കൈവരിക്കുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ നിന്നും ഒരു വർഷമായിട്ട് ജന്മനാട്ടിൽ തിരിച്ചു വന്നിട്ടുള്ള പലർക്കും തിരികെ പോകുവാനുള്ള അവസരമുണ്ടാകും. ഒരുപക്ഷെ കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണമുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഒരു വർഷത്തിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള അവസരം സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. പല വിദ്യാർത്ഥികളും ജന്മനാട്ടിൽ ഉപരിപഠനത്തിന് അപേക്ഷകൾ നൽകുവാനും ഒരുപക്ഷെ സെപ്റ്റംബറിലെ അധ്യയന വർഷത്തിൽ വികസിത രാഷ്ട്രത്തിലേക്ക് അപേക്ഷകളൊക്കെ നൽകിയിരുന്നു. ഈ മാസത്തിൽ തന്നെ പണം അടയ്ക്കുവാനുള്ള, ഫീസ് അടയ്ക്കുവാനുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനും പണമടയ്ക്കുവാനും ഈ മാസത്തിലൊടുവിലോ അല്ലെങ്കിൽ സെപ്റ്റംബറിലോ യാത്രയ്ക്ക് വേണ്ടി തയ്യാറാകുവാനും അതിനുവേണ്ടി പുറപ്പെടുവാനും യോഗമുണ്ട്. ക്ഷമിക്കാനും സഹിക്കുവാനുമുള്ള കഴിവ് സർവ്വാദരങ്ങൾക്കും വഴിയൊരുക്കും. വ്യക്തി പ്രഭാവത്താലും സുതാര്യതയുള്ള സമീപനത്താലും ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടവരും. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് മേലധികാരികളുടെ പ്രത്യേക താൽപ്പര്യപ്രകാരം ഒരു വിഭാഗത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കുവാനോ സ്ഥാനക്കയറ്റത്തിനോ അവസരമുണ്ടാകും. എന്നാൽ ചുമതലകൾ വർദ്ധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു പക്ഷേ ശമ്പള വർധനവ് ഒരു പക്ഷേ 6 മാസത്തിന് ശേഷമേ ലഭിക്കുകയുള്ളൂ. എന്നിരുന്നാൽ പോലും ഇങ്ങനെ വന്നു ചേരുന്ന അവസരം സ്വീകരിക്കുക തന്നെയായിരിക്കും നന്നാവുക. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാനിടവരും. മംഗളകർമ്മങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടി വരുവാനും ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുവാനും സാധ്യതയുണ്ട്. അന്യനാട്ടിൽ താമസിക്കുന്ന പലർക്കും അവധി ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ പ്രാദേശികമായിട്ടുള്ളവരെയും വിദേശത്തുള്ളവരെയും അല്ലെങ്കിൽ വിദേശികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഓണമാഘോഷം മംഗളകർമ്മങ്ങളോടുകൂടിയും ദാനധർമ്മങ്ങളോടുകൂടിയും മറ്റു ചിലർക്ക് കലാകായിക മേഖല മത്സരങ്ങളോട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചും കൊണ്ടും മംഗളകരമായിട്ട് പ്രവർത്തിക്കാനും മംഗളകരമാക്കി തീർക്കുവാനും ഇടയുണ്ട്. വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രവർത്തന മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് ദൂരയാത്രകൾ വേണ്ടിവരും. സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ
കഴിഞ്ഞ ഒരു വർഷമായിട്ട് പല വിധത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിൻ്റെ വെളിച്ചത്തിൽ ഈ ഓഗസ്റ്റ് മാസം മുതൽ ഇനി കടം വാങ്ങിക്കാതെ തന്നെ കർമ്മമണ്ഡലങ്ങളിൽ ഉള്ള ഉദ്ധരിക്കുന്ന ഈ ഒരു അവസ്ഥകൾ കണക്കിലെടുത്തും കൊണ്ട് ആ ഒരു മേഖല അതിൽ ശമ്പളമൊക്കെ വേണ്ട വിധത്തിൽ ഇനി മുതൽ കൊടുക്കാൻ സാധിക്കും എന്നൊരു ആത്മവിശ്വാസം ആർജിക്കുന്നത് വഴി ആശ്വാസത്തിന് എല്ലാ പ്രകാരത്തിലും യോഗമുണ്ട്. ആദരണീയവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും ആത്മാഭിമാനത്തിനും യോഗമുണ്ട്. കലാകായിക മേഖലകളോട് ബന്ധപ്പെട്ട് മത്സരങ്ങൾക്ക് തയ്യാറാകുന്നതിൻ്റെ ഭാഗമായിട്ട് പരിശീലനത്തിന് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. അന്ധമായിട്ടുള്ള വിശ്വാസം അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കുവാനും പണനഷ്ടത്തിനും വഴിയൊരു സാധ്യത കാണുന്നുണ്ട്. പ്രായഭേദമന്യേ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സർവാത്മന സഹകരിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും സൽകീർത്തിയും വന്നു ചേരുവാൻ ഇടയുണ്ട്. പ്രവർത്തന ശൈലിയിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും അതിലുപരി എല്ലാ കാര്യങ്ങളിലും ഒരു ആത്മാർത്ഥമായിട്ടും ഉത്സാഹത്തോടു കൂടിയും പ്രവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെപ്പോലും അതിജീവിക്കുന്നതിന് പോലും വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. ബന്ധുമിത്രാദികൾ വിരുന്നു വരുവാനും ഓണാഘോഷത്തിനോടനുബന്ധമായിട്ടുള്ള മംഗളകർമ്മങ്ങൾക്ക് പങ്കെടുപ്പിക്കുവാനും സാധ്യത കാണുന്നു. വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള വിഷയങ്ങളായതുകൊണ്ട് അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ ഏൽപ്പിച്ചും കൊണ്ട് വിജയപ്രതീക്ഷകൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റത്തിന് യോഗമുണ്ട്. വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളുടെ പ്രാരംഭതല ചർച്ചകൾ ജൂൺ മാസത്തിലുണ്ടായിരുന്നു. രണ്ടാമത്തെ ചർച്ച ഈ ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാകുവാനും അതൊരു കൃത്യമായിട്ടുള്ള ദിശാബോധത്തോടു കൂടിയതായിട്ടുള്ള ചർച്ചകളായതുകൊണ്ട് അതിനുവേണ്ടി തയ്യാറാകുവാനും സമയബന്ധിതമായിട്ട് മാത്രമേ പണം മുതൽ മുടക്കേണ്ടതുള്ളൂ. എന്നാൽ ഉത്സാഹികളായ ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ട് ധരിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും സാധ്യതയുണ്ട്. കാര്യനിർവഹണ ശക്തി, ഉത്സാഹം, ഉന്മേഷം എന്നിവ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കും. അസുഖങ്ങൾ പലതും വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് ജൂലൈ മാസത്തിൽ തുടങ്ങി വെച്ചതായിട്ടുള്ള ആയുർവേദ പ്രകൃതി ചികിത്സകളെല്ലാം തന്നെ ഈ ഒരു മാസത്തിലും തുടരുവാനും വിശ്രമത്തോടുകൂടി വളരെ ആശ്വാസകരമായിട്ടുള്ള രോഗശമനത്തിന് ഉതകുന്ന വിധത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം വന്നു ചേരുവാൻ ഇടയുണ്ട്. മേലധികാരികളുടെ ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള പദ്ധതികളായതുകൊണ്ട് സർവാത്മന പ്രവർത്തിക്കാൻ തയ്യാറാവും. ഉദ്യോഗത്തിലെ സ്ഥാനക്കയറ്റം ലഭിക്കുക എന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും ഈ കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ 6 മാസത്തിന് ശേഷമോ അഥവാ 2027 ജൂണിന് ശേഷമോ മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഇങ്ങനൊരു അവസരം സ്വീകരിക്കുന്നത് നന്നായിരിക്കും. പലപ്പോഴും ജീവിത പങ്കാളിയുടെ തൃപ്തികരമല്ലാത്ത സമീപനം പലർക്കും വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇങ്ങനെയുള്ള അവസരം ചിലർക്കെല്ലാം തന്നെ നിരാകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും വന്നു ചേരുവാൻ ഇടയുണ്ട്. പൊതുപ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സർവാത്മന സഹകരിക്കാനിടവരും. ചെലവിനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. അനാഥരായവർക്ക് ആശ്രയം നൽകുവാനും സാമ്പത്തികമായുള്ള സഹായം ചെയ്യുവാനും അവസരമുണ്ടാകുന്നത് മനസ്സിന് വളരെയധികം ആശ്വാസത്തിനും കൃതാർത്ഥതയ്ക്കും വഴിയൊരുക്കുവാനിടയുണ്ട്. വസ്തു സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങൾക്കും രേഖാപരമായിട്ട് എല്ലാം കൃത്യമാക്കി തീർക്കുന്നത് വഴി ആശ്വാസത്തിനും അസമാധാനത്തിനും യോഗം കാണുന്നുണ്ട്. പുതിയ കരാർ ജോലികൾ പലതും ഒപ്പുവയ്ക്കുവാനിട വരുമെങ്കിൽ പോലും ഒരു പരിധിയിലധികം പണം കുറച്ചുകൊണ്ട് ഏറ്റെടുക്കുന്നത് അത്ര ഉത്തമമല്ലാത്തതാണ്. പൊതുജനങ്ങളുടെ ഇടയിൽ ആദരണീയ സ്ഥാനം വന്ന് ഭവിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസവും സമാധാനവും ആത്മാഭിമാനവും ഉണ്ടാകുമെങ്കിലും അമിതമായുള്ള ആത്മവിശ്വാസം, അഹംഭാവം ആവുന്നതും ഒഴിവാക്കുന്നതും നന്നായിരിക്കും. അസുഖങ്ങളുണ്ടോ എന്ന തോന്നലുകളൊക്കെ ഉണ്ടാവും. എന്നാൽ ജീവിതശൈലി രോഗങ്ങൾ ചിലർക്കും
മറ്റു ചിലർക്ക് സാംക്രമിക രോഗങ്ങളും വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ 1-2 ദിവസം അവധിയെടുക്കുവാനും, എന്നാൽ മിക്ക ദിവസങ്ങളിലും ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് 1 മണിക്കൂർ കൂടുതൽ ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ വന്നു ചേരുവാനിടയുണ്ട്. നമസ്കാരം.